കർണാടക രാഷ്ട്രീയത്തിൽ ഭരണസ്ഥിര കേന്ദ്രങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ സുപ്രധാന പ്രഖ്യാപനം. സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളുടെയും പേരിനൊപ്പം മഹാത്മാഗാന്ധി എന്ന് ചേർക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ബംഗളൂരു ഫ്രീഡം പാർക്കിൽ സംഘടിപ്പിച്ച MGNREGA ബച്ചാവോ സംഗ്രാം എന്ന വൻ പ്രതിഷേധ റാലിക്കിടെയായിരുന്നു ഈ പ്രഖ്യാപനം. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി അതിനെ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവ മിഷൻ ഗ്രാമീൺ എന്ന പുനർനാമകരണം ചെയ്ത കേന്ദ്ര നടപടിക്കുള്ള കനത്ത തിരിച്ചടിയായാണ് കർണാടക സർക്കാരിന്റെ ഈ നീക്കം. റാലിയെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. മഹാത്മാഗാന്ധിയുടെ പേര് കേൾക്കുന്നത് പോലും BJPക്ക് അലർജിയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ജനങ്ങളെ കബളിപ്പിക്കാനാണ് പദ്ധതിക്ക് അവർ റാം എന്ന് പേരിട്ടത്. എന്നാൽ ആ പേരിൽ ഒരിക്കലും ദശരഥ രാമനോ സീതാരാമനോ ഇല്ല. പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന ക്രൂരമായ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ, സിദ്ധാരാമയ്യ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരുടെ അവകാശമാണെന്നും അത് ഇല്ലാതാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളെ ശ്വാസം മുട്ടിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നത്തെ തകർക്കുന്നതിലൂടെ BJP ഗാന്ധിജിയെ വീണ്ടും വധിക്കുകയാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ രംഗത്തെത്തി. തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപഞ്ചായത്തുകളുടെ നട്ടലാണെന്നും പുതിയ പരിഷ്കാരങ്ങളിലൂടെ പാവപ്പെട്ടവരുടെ തൊഴിലവസരങ്ങൾ കേന്ദ്രം അപഹരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VS ഉഗ്രപ്പ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതുപോലെ തൊഴിലുറപ്പ് നിയമവും പിൻവലിക്കുന്നതുവരെ ഞങ്ങളുടെ പോരാട്ടം അവസാനിക്കില്ല. അഴിമതിയുടെ പേര് പറഞ്ഞ് പാവങ്ങളെ ശിക്ഷിക്കാനാണ് BJPയും JDSഉം ശ്രമിക്കുന്നത്. എന്റെ മണ്ഡലത്തിൽ മാത്രം വർഷം 200 കോടി രൂപ ഈ പദ്ധതിക്കായി വിനിയോഗിക്കുന്നുണ്ട്. ഇത് കേന്ദ്രം തീരുമാനിക്കേണ്ടതല്ല, ഗ്രാമസഭകളാണ് തീരുമാനിക്കേണ്ടതെന്ന് ശിവകുമാർ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങളെ കടന്നാക്രമിച്ചു. പുതിയ നിയമപ്രകാരം സംസ്ഥാനങ്ങൾ പദ്ധതിയുടെ 40% തുക വഹിക്കണം. എന്നാൽ GST വിഹിതമായി കർണാടകയ്ക്ക് മാത്രം ലഭിക്കാനുള്ള 70,000 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തളർത്തി ഫെഡറൽ സംവിധാനത്തെ തകർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് സുർജേവാല ആരോപിച്ചു. രാഷ്ട്രീയ ഗൗരവമുള്ള ചർച്ചകൾക്കിടയിലും കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾ വേദിയിൽ മറനീക്കി പുറത്തു വന്നു. സിദ്ധാരാമയ്യ പ്രസംഗിക്കാൻ മൈക്കിനടുത്തേക്ക് എത്തിയപ്പോൾ സദസ്സിൽ നിന്ന് പ്രവർത്തകർ DK എന്ന ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചത് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കി. മുദ്രാവാക്യം വിളി നിർത്താതെ തുടർന്നപ്പോൾ അക്ഷമനായ സിദ്ധാരാമയ്യ ആരാണ് ഈ DK എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ച പ്രവർത്തകർക്ക് നേരെ രോക്ഷാകുലനായി. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പിന്നീട് രംഗം ശാന്തമാക്കിയത്. സിദ്ധാരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ശീതയുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. 2023 തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 2.5 വർഷം വീതം അധികാരം പങ്കിടാൻ എന്ന ധാരണ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് DK പക്ഷം വാദിക്കുന്നു. എന്നാൽ 5 വർഷവും താൻ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് സിദ്ധാരാമയ്യ കഴിഞ്ഞ ദിവസങ്ങളിലും ആവർത്തിച്ചിരുന്നു. ഗാന്ധിജിയുടെ പേര് ഉപയോഗിച്ച BJPക്കെതിരെ ആയുധം കൂർപ്പിക്കുമ്പോൾ തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിലെ വിഭാഗീയത സിദ്ധാരാമയ്ക്ക് വരും ദിവസങ്ങളിൽ വലിയ തലവേദനയായേക്കും. മഹാത്മാഗാന്ധിയുടെ പേര് നൽകുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ കോൺഗ്രസിന് അനുകൂലമായ വികാരം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 6000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ പേര് മാറ്റുന്നത് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ ഗാന്ധിയൻ പ്രതിരോധമായാണ് വിലയിരുത്തപ്പെടുന്നത്.